സഖാവ് എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ജനങ്ങൾ വളരെ ആവേശഭരിതരായി രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനക്ഷേമ നടപടികളിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും പ്രത്യേകം പദ്ധതികൾ ആവിഷ്കരിച്ച് കേരളത്തിൽ പ്രാവർത്തികമാക്കുകയാണ്. ഇത് ജനങ്ങളെല്ലാം പൊതുവെ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു ജനങ്ങളിലുള്ള ഈ ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പുവരുത്തുന്നതിൻ്റെ ഘടകമായി മാറുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരു മൂന്നാം ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള നിലയാണുള്ളത്. ഇന്ന് കേരളത്തിൽ ജനങ്ങളുടെ വികാരവും ജനങ്ങളുടെ പ്രതികരണവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിന് ഒരു മൂന്നാം തവണയും തുടർച്ച കിട്ടും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നുയർന്നിരിക്കുന്നത്. ഇത് വളരെ ശക്തമാണ് ഈ ജനവികാരം. ആ ജനവികാരമെല്ലാം ഇന്ന് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ശക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. ജനങ്ങൾ വലിയ തോതിലുള്ള വലിയ ആവേശത്തോടുകൂടി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഒരുപാട് ജൽപ്പനങ്ങളാണ് ഈ മണ്ഡലത്തിൽ കുറേ ദിവസങ്ങളായി നടന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി, ഗവൺമെൻറ്റിനെതിരായി. അതെല്ലാം പൂർണ്ണമായിട്ടും നിഷേധിക്കുന്ന നിലയിലാണ് ജനങ്ങളുടെ ആവേശത്തള്ളിച്ച. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ വിജയം ഉറപ്പിച്ചേ വിശ്രമിക്കുള്ളൂ എന്ന പ്രഖ്യാപനമാണ് ഈ മണ്ഡലത്തിലുടനീളം ജനങ്ങൾ പൊതുവെ നടത്തുന്നത്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ടവരുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറത്തുള്ളവരുമുണ്ട്. അങ്ങനെ സമൂഹമാകെ ചേർന്ന് സഖാവ് സ്വരാജിനെ വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടം എന്നുള്ള നിലയിലാണ് തെരഞ്ഞെടുപ്പ് നിയോജകമണ്ഡലാടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇവിടെ നടക്കുന്നത്. 5-ാം തീയതിക്കുള്ളിൽ മേഖലാ തലത്തിലും ബൂത്ത് തലങ്ങളിലുമുള്ള കൺവെൻഷനുകളെല്ലാം പൂർത്തിയാകും. ജനങ്ങൾ പൂർണ്ണമായിട്ടും സഹകരിക്കുന്ന നിലപാടാണ്. ഞങ്ങൾ നിരവധി സ്ക്വാഡുകൾ ഇവിടെ വീടുകൾ കയറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയെല്ലാം അനുഭവപ്പെടുന്നത് വലിയ തോതിലുള്ള അനുകൂലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുകൂലിക്കുന്നവർ മാത്രമല്ല, അല്ലാത്ത ജനവിഭാഗങ്ങളിലും നല്ല തോതിലുള്ള പ്രതികരണമാണ് വന്നുചേരുന്നത്. അതുകൊണ്ട് ഇതൊരു ചരിത്ര വിജയമായി നിലമ്പൂരിൻ്റെ വിജയം മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെ വിഷയങ്ങളാണ് LDF ഇവിടെ ഉയർത്തുന്നത്? നമുക്കറിയാം, വികസനത്തിൻ്റെ കാര്യങ്ങൾ, സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം 2000 കോടിയിലധികം രൂപയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളമാകെ നല്ല വികസനമാണുള്ളത്. ഇവിടെ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ 2000 കോടിയോളം രൂപയുടെ വികസനം നടന്നു എന്നുള്ളത് ശരിയാണ്. കേരളത്തിലുടനീളം ഈ അനുഭവങ്ങളുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് ഈ വികസനം, അതുപോലെ തൊഴിൽ. ഈ വികസനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് തൊഴിൽ. ജനങ്ങൾക്ക് വരുമാനമുണ്ടാകണം, അവർക്ക് സ്വന്തം ജീവിതത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം, സമാധാനത്തോടെ ജീവിക്കണം. ഇതിന് സഹായകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ജനക്ഷേമ നടപടികൾ, വൻതോതിലുള്ള വികസന പദ്ധതികൾ, ജനങ്ങൾക്ക് സംരക്ഷണം നൽകാനുള്ള നാനാതരം പദ്ധതികൾ, ഇതെല്ലാം ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക. അത് കേരള ഭരണത്തിൻ്റെ തുടർച്ചയാണത്. ആ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂരിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ശക്തമായി മുമ്പോട്ട് പോകും.